4/3/2026 ബുധനാഴ്ച ദിവസത്തെ ഫലം. ജനിച്ച നക്ഷത്രം അഥവാ ചന്ദ്രനെയും ജനിച്ച മലയാള മാസം അഥവാ സൂര്യനെയും അടിസ്ഥാനമാക്കി. ജനിച്ച മലയാള മാസം അറിയില്ലെങ്കിൽ ജാനുവരി 10 ജനിച്ചതെങ്കിൽ ഏതെങ്കിലും മലയാള കാലണ്ടർ എടുത്തിട്ട് ജാനുവരി 10 കറസ്പോണ്ടിങ് മലയാള മാസം ഏതാണെന്ന് നോക്കിയാൽ മതി. അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ മിഥുനമോ മീനമോ ആവുകയാണെങ്കിൽ ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്, സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും, സഹോദരാദികൾക്ക് നല്ലതാണ്, കേസ് വഴക്കെല്ലാം അനുകൂലമായ തീരുമാനമുണ്ടാകും, ആരോഗ്യപരമായിട്ട് നല്ലതാണ്, ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ള നല്ലതാണ്, മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. പക്ഷേ ട്രാൻസ്ഫർ ഉണ്ടാകാം, ആരെങ്കിലും പറ്റിക്കാതെ, ചതിയിൽപ്പെടാതെ, പണം നഷ്ടപ്പെട്ടു പോകാതെ, കളവ് പോകാതെ എല്ലാം നോക്കണം. ഭരണി കാർത്തിക നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ മിഥുനമോ മീനമോ ആവുകയാണെങ്കിൽ ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്, സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും, സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം, മനസ്സമാധാനക്കുറവ്, ടെൻഷൻ. രോഹിണി മകയിരം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ മിഥുനമോ മീനമോ ആവുകയാണെങ്കിൽ ജോലി കിട്ടാൻ, പ്രമോഷൻ കിട്ടാൻ, പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിലും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. പക്ഷേ കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല. വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം, വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ എല്ലാം കാണുന്നുണ്ട്. മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല ദിവസം അല്ല. തിരുവാതിര പുണർത്തം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ മിഥുനമോ മീനമോ ആവുകയാണെങ്കിൽ പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ്. അതിനുള്ള ഉത്സാഹവും തൻ്റെ എല്ലാം കാണും, സഹോദരാദികൾക്കും നല്ലതാണ്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടുമെങ്കിലും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം, മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട്. പൂയം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ മിഥുനമോ മീനമോ ആവുകയാണെങ്കിൽ പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ്. അതിനുള്ള ഉത്സാഹവും തൻ്റെ എല്ലാം കാണും, സഹോദരാദികൾക്കും നല്ലതാണ്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടുമെങ്കിലും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം, മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ, പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നം, ശത്രുത, തടസ്സങ്ങൾ കാണുന്നുണ്ട്. എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴാതെ നോക്കണം. ഓപ്പറേഷനൊന്നും പറ്റിയ ദിവസം അല്ല. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല. പക്ഷേ മേടത്തിലോ മിഥുനത്തിലോ മീനമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ ദോഷമൊന്നും ഇല്ല. മകം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ മിഥുനമോ മീനമോ ആവുകയാണെങ്കിൽ കാര്യവിജയം, ആരോഗ്യം, ഓപ്പറേഷനെല്ലാം പറ്റിയ ദിവസമാണ് ആവശ്യമുണ്ടെങ്കിൽ. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. പക്ഷേ ദാമ്പത്യപരമായിട്ട് നല്ലതല്ല, വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ, കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ല ദിവസം അല്ല. പൂരം ഉത്രം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ മിഥുനമോ മീനമോ ആവുകയാണെങ്കിൽ വ്യക്തിപരമായി, ആരോഗ്യപരമായ എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ്. മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചാലും വ്യക്തിപരമായി, ആരോഗ്യപരമായി നല്ലതാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതല്ല, വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. അത്തം ചിത്തിര നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ മിഥുനമോ മീനമോ ആവുകയാണെങ്കിൽ കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും, ആരോഗ്യപരമായിട്ട് നല്ലതാണ്, ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ള നല്ലതാണ്, മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടുമെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടാകാം, ആരെങ്കിലും പറ്റിക്കാതെ, ചതിയിൽപ്പെടാതെ, പണം നഷ്ടപ്പെട്ടു പോകാതെ, കളവ് പോകാതെ എല്ലാം നോക്കണം. വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയതല്ല.
ചോതി വിശാഖം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ മിഥുനമോ മീനമോ ആവുകയാണെങ്കിൽ ബിസിനസ്സിന് നല്ലതാണ്, വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്, സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും, സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം, മനസ്സമാധാനക്കുറവ്, ടെൻഷൻ. അനിഴം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ മിഥുനമോ മീനമോ ആവുകയാണെങ്കിൽ ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്, സമൂഹത്തിലൊരു അംഗീകാരം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും, സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം, മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല, വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം, വീട് നിർമ്മാണത്തിൻ്റെ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. കേട്ട നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല ദിവസമാണ്. ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ്. ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക മേടത്തിലോ മിഥുനത്തിലോ മീനമാസത്തിലോ ജനിച്ചവർക്കാണ്. അവർക്കാണ് സൂര്യനിൽ നിന്ന് കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത്. മൂലം നക്ഷത്രക്കാർക്കും വളരെ നല്ല ദിവസമാണ്. ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ്. കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാൻ പറ്റിയ ദിവസമാണ്. വീട് നിർമ്മാണത്തിന് പറ്റിയ ദിവസമാണ്. സഹോദരാദികൾക്കും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ല ദിവസമാണ്. ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക മേടത്തിലോ മിഥുനത്തിലോ മീനമാസത്തിലോ ജനിച്ചവർക്കാണ്. അവർക്കാണ് സൂര്യനിൽ നിന്നുകൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത്. പൂരാടം ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ്. അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം, മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട്. പക്ഷേ മേടത്തിലോ മിഥുനത്തിലോ മീനമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും അത്ര പ്രബലമല്ല. തിരുവോണം അവിട്ടം നക്ഷത്രക്കാർക്കും പൊതുവെ മോശം ദിവസമാണ്. പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നം, ശത്രുത, തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴാതെയെല്ലാം നോക്കണം. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ചില പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ഒരു ദിവസമാണ്. എന്നാൽ മേടത്തിലോ മിഥുനത്തിലോ മീനമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും അത്ര പ്രബലമല്ല. ചതയം പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജനനമാസം മേടമോ മിഥുനമോ മീനമോ ആവുകയാണെങ്കിൽ ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നവരെ കണ്ടെത്തും. വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നല്ല ദിവസമാണ്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. പക്ഷേ വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ല ദിവസം അല്ല. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ മിഥുനമോ മീനമോ ആവുകയാണെങ്കിൽ ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടുമെങ്കിലും വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല. ട്രാൻസ്ഫർ ഉണ്ടാക്കാം, ആരെങ്കിലും പറ്റിക്കാതെ, ചതിയിൽപ്പെടാതെ, പണം നഷ്ടപ്പെട്ടു പോകാതെ, കളവ് പോകാതെ എല്ലാം നോക്കണം. വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയതല്ല. കൊടുക്കൽ വാങ്ങലുകൾക്കും പറ്റിയ ദിവസം അല്ല. രേവതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ മിഥുനമോ മീനമോ ആവുകയാണെങ്കിൽ കേസ് വഴക്കലുണ്ടെന്ന് അനുകൂലമായി തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ടെസ്റ്റ് റബ്ബി പോലെയുള്ള നല്ലതാണ്. മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. പക്ഷേ ട്രാൻസ്ഫർ ഉണ്ടാകാം. ആരെങ്കിലും പറ്റിക്കാതെ, ചതിയിൽപ്പെടാതെ, പണം നഷ്ടപ്പെട്ടു പോകാതെ, കളവ് പോകാതെയെല്ലാം സൂക്ഷിക്കണം. വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയതല്ല. കൊടുക്കൽ വാങ്ങലുകൾക്കൊന്നും പറ്റിയ ദിവസം അല്ല. ഇതാണ്
4/3/2026 ബുധനാഴ്ച ദിവസത്തെ ഫലം.